അങ്ങനെ ആദ്യമായിട്ട് ആദൂട്ടിനെ കൊണ്ട് നമ്മൾ കുറച്ചൊരു ദൂരയാത്രയ്ക്ക് പോകാൻ പോവാണ്. ഇപ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട്. ചേട്ടൻ്റെ ഓഫീസിലുള്ള ഒരു ചേട്ടനും ഫാമിലിയാണ്. കാലി വയറിൽ തുടങ്ങിയ യാത്ര ആയതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിർത്തിയിട്ട് ഫുഡ് അടിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് പരസ്പരം കാണുന്നത്. പക്ഷെ ഒരുപാട് നാളത്തെ പരിചയമുള്ളത് പോലെയായിരുന്നു രണ്ടുപേരും പെരുമാറിയത്. അതുകൊണ്ട് തന്നെ വ്ളോഗ് എടുക്കാൻ എനിക്ക് കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നില്ല. നല്ല സപ്പോർട്ടായിരുന്നു അവര്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് കൊല്ലം കാട്ടിൽമേക്കാതിൽ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം അതിന്റെ രീതിയും കാര്യങ്ങളും. നമ്മളൊരു ജങ്കാറിൽ കയറിയിട്ടാണ് അക്കരയ്ക്ക് എത്തുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജങ്കാർ വന്ന് കയറി. നല്ല ഉച്ചയുടെ സമയമായിരുന്നു. നല്ല പൊരിഞ്ഞ വെയിലും കൊണ്ട് അങ്ങനെ നിന്നു. ജങ്കാറിന്റെ അറ്റത്ത് തന്നെ ഒരു മുത്തുക്കുട വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ തുടരെ സേഫ് ആയിട്ട് നിർത്തി. ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് എത്താൻ വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ അടിപൊളി കാഴ്ചയാണ് ഈ ജങ്കാറിൽ നിന്ന് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് പേര് വള്ളത്തിലും കയറി പോകുന്നുണ്ട്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അതേ അക്കരെ എത്തി. പിന്നെ ഓട്ടം വെച്ചൊരു ഓട്ടോ ആയിരുന്നു പൊരി വെയിലത്ത്. നല്ല നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഒട്ടും ക്യൂ ഇല്ലായിരുന്നു. മണല് കണ്ടപ്പോൾ ചേട്ടൻ അവനെ ഒന്ന് തറയിലിറക്കി മരുഭൂമിനെ കൊണ്ടിറക്കിയ പോലെയായിരുന്നു അവന്റെ പ്രതികരണം. പിന്നെ മണല് കണ്ടാൽ എന്നിലെ ചിത്രകാരി ഉണർന്ന് പ്രവർത്തിക്കും. അതിനുശേഷം നേരത്തെ കാണിച്ച ക്യൂവിന്റെ അറ്റം കണ്ടെത്തി അവിടെ പോയി നിന്നു. നമ്മുടെ പുറകെ വീണ്ടും ആൾക്കാർ വന്ന് നിന്നപ്പോൾ സമാധാനമായി. ബാക്കി വിശേഷം അടുത്ത വീഡിയോ.